മാംഗല്യം രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. സത്യം പറയാലോ, ആ ചോദ്യം പലപ്പോഴും എന്റെ മനസ്സിലൂടെയും പോയിട്ടുണ്ട്. അതുപോലെ പെണ്ണ് ചേച്ചിയായിട്ടും ഏട്ടനായിട്ടും അവളുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. ചില നേരത്തെ കാര്യം പറച്ചിൽ കേട്ടാൽ തോന്നും അവര് കുടുംബക്കാരും ഞാൻ പുറത്തു നിന്ന് വന്നവരുമാണെന്ന്. അങ്ങനെ ഞാൻ ഇന്ന് സ്വപ്നം കണ്ട ഒരു ജീവിതമാ ഇപ്പൊ മുന്നിൽ നടക്കുന്നത്. അപ്പൊ പിന്നെ അത് ഞാൻ കളയണോടാ. ഹൃദയത്തിൽ നിന്ന് വന്ന വാചകങ്ങളായതുകൊണ്ടാവും അതിന്റെ ഒരു സന്തോഷവും സമാധാനവും ആ മഞ്ഞുവെട്ടത്തിൽ ഹരിയെ വല്ലാതെ സുന്ദരനാക്കി. അത് കേട്ടതും ആൽവിയുടെ മുഖം വിടർന്നു. ഹരി കല്യാണം കഴിച്ച നാള് മുതല് കേൾക്കാൻ ആഗ്രഹിച്ച വാചകങ്ങളാണ് ഇപ്പോ ഈ കേൾക്കുന്നത്. അത് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു തുറന്നു പറച്ചിലായി പുറത്തേക്ക് വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതിന്റെ സന്തോഷത്തിൽ വേഗത്തിൽ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ ആൽബി മുറുക്കി പിടിച്ചു. നീ ഇപ്പൊ നിന്റെ ചുറ്റുമുള്ള ഒന്നും കളയണ്ടാടാ. കാരണം ഇന്ന് വരെ നിനക്ക് ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ നിനക്ക് കിട്ടുന്നതല്ല, പ്രത്യേകിച്ച് മണിക്കുട്ടി. അത് കേട്ടതും ഹരി ഒന്ന് ചിരിച്ചു. എടാ, അപ്പൊ വേറൊരു കാര്യം പറഞ്ഞേ നീ? ആവേശത്തിൽ ആൽബി പെട്ടെന്ന് കയറി ചോദിച്ചെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ അവനത് പാതിയിൽ നിർത്തി. എന്താടാ? കാര്യമായി എന്തോ ചോദിക്കാൻ വന്നവൻ പാതിൽ നിർത്തിയത് കണ്ടതും ഹരിയുടെ കണ്ണിൽ സംശയമായി. അതോ, അത് അത് പിന്നെ മനസ്സിൽ തോന്നിയ കാര്യം ചോദിക്കാൻ അത് പറ്റിയ സമയമല്ല എന്ന തോന്നലിൽ ആൽബി ഒന്ന് പകച്ചു. എന്താടാ ഇത്രയും നേരം വളവളാന്ന് ചലച്ചിട്ട് ഇപ്പൊ ഒരു പരിങ്ങൽ? അത് പരിങ്ങലൊന്നുമല്ല, പക്ഷെ ഞാനത് ചോദിക്കേണ്ടെന്ന് വെച്ചു. എന്ത്? അത് പിന്നെ മണിക്കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ ഉള്ളിൽ നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നെ പോലൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയതാണെന്ന് എനിക്കറിയാം. ആൽബി അത് പറഞ്ഞതും ഇവനിത് എന്ത് തേങ്ങയാ പറയുന്നൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഹരിയുടെ മുഖത്ത്. നീ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കണ്ട. എനിക്കറിയാം നിന്റെ മനസ്സിൽ അത് തന്നെയാണെന്ന്. അതുകൊണ്ട് നീ തുറന്നു പറയണമെന്നൊന്നും ഇല്ല. കാരണം എനിക്കത് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി നിന്നിൽ നിന്നും അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കേടാ. ഉള്ളിലെ രാഷ്ട്രീയക്കാരൻ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് ആ സന്ദർഭം നല്ല ഭംഗിയോടെ കൈകാര്യം ചെയ്തു മാറി. ഒപ്പം വികാരധീനായി എന്ന് കാണിക്കാൻ വേണ്ടി കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ആൽബി ഇടം കണ്ടിട്ട് ഹരിയെ നോക്കിയതും ഹരിയുടെ കൈ അവന്റെ നട്ടപ്പുറത്ത് വീണു. ഉഫ്, എന്തൊരു ക്രിഞ്ചാണടാ നീ. ഇങ്ങനെ ഒരു സ്വയംപൊക്കിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ഇങ്ങനെ ഒന്നിനെ എനിക്ക് തന്നെ കിട്ടിയല്ലോ ദൈവങ്ങളെ. സൂചി കുത്താൻ ഇടം കിട്ടിയാൽ തൂമ്പ കയറ്റിക്കളയുന്ന തനി രാഷ്ട്രീയക്കാരൻ. നടക്കങ്ങോട്ട്. ഇനി തലയിൽ കൂടുതൽ മഞ്ഞ് വീഴ്ത്താൻ നിൽക്കണ്ട. ഹരി അവനെ പിന്നിലൂടെ തള്ളിയതും, എടാ ഞാൻ സത്യാണ് പറഞ്ഞത്. നിന്റെ ഭാഗ്യം എന്ന് പറയണതേ ഈ ഞാനാടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആൽബി നടക്കുമ്പോൾ ഹരിയും അവനെ കളിയാക്കി ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയം അവന്റെ വിരിഞ്ഞ പുഞ്ചിരിയിൽ നോക്കി നടക്കുന്ന ആൽബിയുടെ മനസ്സിൽ മറ്റ് പല ചിന്തകളുമായിരുന്നു. നീ മോളുടെയും അച്ഛന്റെയും ഒക്കെ ഇഷ്ടം പറഞ്ഞപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമല്ലേടാ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. പക്ഷെ എന്തോ അതിന് സമയമായില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടാ ആ ചോദ്യം പാതിയിൽ നിർത്തിയത്. എനിക്കറിയാം ഇപ്പൊ നിന്റെ മനസ്സിൽ അവളോട് പഴയ അകൽച്ചയൊന്നുമില്ലെന്ന്. പക്ഷേ അതൊരു പ്രണയമായി നിനക്കുള്ളിലുണ്ടോ എന്ന് ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ പ്രണയം തിരിച്ചറിയാൻ ഞാൻ അറിയുമല്ലോ. എന്തായാലും അന്ന് എനിക്കറിഞ്ഞാൽ മതി. തന്നെ ഓരോന്ന് പറഞ്ഞും കളിയാക്കിയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നവന്റെ ചിരിയിൽ മാത്രമായി ചുരുങ്ങിപ്പോയി ആൽബിയുടെ കണ്ണുകൾ ആ നേരം. പുറത്തുപോയിട്ട് നേരം കുറെ ആയല്ലോ. എന്തേ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ രണ്ടാൾക്കും? അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേ കേൾക്കുന്ന ചോദ്യം അതാണ്. ആ പറച്ചിൽ കേട്ടതും അവൾ തങ്ങളെ അങ്ങോട്ട് കഴിക്കാൻ വിളിക്കാൻ വരികയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇനിയിപ്പൊ ബാക്കിയുള്ള കഥ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. കുറച്ചു മുന്നേ ആൽബി തങ്ങളെ ഒത്തു കണ്ടതിന്റെ ചമ്മൽ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാത്ത പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. അതേസമയം തന്നെ കാണുമ്പോഴേ അവൾ ചമ്മി നിൽക്കും എന്ന് കരുതിയവന്റെ പ്രതീക്ഷയെ തകർക്കുന്ന പോലെയുള്ള പ്രകടനമായിരുന്നു അവളിൽ നിന്നും വന്നത്. ആ ഒരു അമ്പരപ്പ് അവനിലും നല്ലോണം ഉണ്ടായി. അത് ശരിക്കും പുറത്തേക്ക് കാണിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ അടുത്ത ആജ്ഞയും കൂടി എത്തിയതും ആൽബി ഞെട്ടിക്കൊണ്ട് ഹരിയെ നോക്കി. ഇപ്പൊ വന്ന ഞാൻ വിളമ്പിത്തരും, അല്ലെങ്കിൽ പിന്നെ തനി എടുത്ത് കഴിക്കേണ്ടി വരും. അതുപോലെ പൊന്നിന്റെ അച്ഛൻ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാൻ നോക്കിയേ. അവിടെ നിന്ന് മോള് കഴിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിന് ആഹാരം കൊടുക്കണം. അതുപോലെ അച്ഛനെ അവിടെ കൂടുതൽ നേരം ഇരുത്തണ്ട. അത് കേട്ടതും ഹരി അവളെ ഒന്ന് നോക്കി. ഈ അടുത്തായിട്ട് കൂട്ടുകാർക്ക് രണ്ടുപേർക്കും കൂടി വൈകിട്ടൊരു നടത്തം പോക്കുണ്ട്.
മിക്കപ്പോഴും മധുരമുള്ള കാപ്പിയും കടിപ്പലഹാരങ്ങളും അതിന്റെ ഒപ്പമുണ്ടെന്നാ സീതമ്മ പറഞ്ഞത്. അത് കേട്ടതും അതുവരെ ആൽബിക്കൊപ്പം നിന്ന് കേട്ടുകൊണ്ടിരുന്നവൻ പതിയെ അവൾക്കടുത്തേക്ക് ചെന്നു. ഒത്തിരി ദിവസമായോ അച്ഛൻ ഈ കടപ്പലഹാരം കഴിക്കാൻ തുടങ്ങിയിട്ട്? അടുക്കളയിലേക്ക് പോകുന്നവൾക്കൊപ്പം എത്തി അവൻ ചോദിച്ചതും പെണ്ണൊന്ന് തിരിഞ്ഞു നിന്നു. 2 ദിവസേ ആയിട്ടുള്ളൂന്നാ. പക്ഷെ അത് വേണ്ട പൊന്നിന്റെ അച്ഛാ. കാര്യം പുറത്തുനിന്ന് കിട്ടുന്നതിന്റെ സ്വാദ് കൊണ്ടാണ് ഈ പോക്കെങ്കിലും ഏതൊക്കെ എണ്ണ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നീ എപ്പോഴാ അറിഞ്ഞത്? ആൽബിയുടെ ടേബിളിലേക്ക് ഇരിക്കാൻ കണ്ണു കാണിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. അതിന്നലെ. എന്നിട്ടെന്താ നീ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? തൊട്ടടുത്ത നിമിഷം അവന്റെ ശബ്ദം ഉയർന്നു. ആദ്യം ഞാൻ പറഞ്ഞു നോക്കാന്ന് കരുതി. പക്ഷെ ഞാൻ പറഞ്ഞിട്ടും പുള്ളിക്ക് ഒരു വിലയുമില്ല. അതുകൊണ്ടാ ഇപ്പൊ പൊന്നിന്റെ അച്ഛനോട് പറഞ്ഞത്. മുഖം വീർപ്പിച്ച് പെണ്ണിന്റെ മറുപടി വേഗം എത്തി. ബെസ്റ്റ്. നീ പറഞ്ഞാൽ പുള്ളി അനുസരിക്കുന്ന നീ കരുതിയല്ലോടി കഴുത. നിന്നെ ഉണ്ടല്ലോ. അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അച്ഛനെ വിളിക്കാൻ അവൻ തിരിഞ്ഞു നടന്നു. ഞാനല്ല കഴുത, കഴുത നിങ്ങളുടെ കെട്ടിയോള്. തലയിൽ അവൻ കൊട്ടിയതിന്റെ വേദനയിലും ആൽവിയുടെ മുന്നിൽ വെച്ച് കഴുത എന്ന് വിളിച്ചതിന്റെ ദേഷ്യത്തിലും പെണ്ണ് നിലത്ത് കാൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ഒരിത്തിരി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ, അവളെ തന്നെയാ ഞാൻ വിളിച്ചത്. തിരിഞ്ഞു നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദേ ചേട്ടായി, ഈ പോക്കാ പോകുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെ ഞാൻ തല്ലിക്കൊല്ലും, സത്യം. ആൽബിയെ നോക്കി ചവിട്ടി തുള്ളിക്കൊണ്ട് അവളും അകത്തേക്ക് പോയി. ഇതേ സമയം മുന്നിൽ കണ്ട കാഴ്ചയിൽ അന്തം വിട്ട് കിളി പോയ പോലെ നിൽക്കുകയായിരുന്നു ആൽബി. ഇവര് കെട്ടിയോനും കെട്ടിയോളും അല്ലെന്ന് ആരാ പറഞ്ഞേ? താടിക്ക് കൈയും കൊടുത്ത് ആൽബി ഇരുവശത്തു നോക്കി അങ്ങനെ ആ ടേബിളിൽ അങ്ങിരുന്നു. എടാ, ഇതിന് ഉറക്കമൊന്നുമില്ലേ? രാഷ്ട്രീയക്കാരാ, ഇനിയും കച്ചാം ബാ എന്നും പറഞ്ഞ് തന്നെ വീണ്ടും കളിക്കാൻ വിളിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഹരിയോട് അവൻ ചോദിച്ചു. പുഞ്ചിരിയോടെ ഹരി ആൽബിയെയും മോളെയും മാറി മാറി നോക്കി. സിറ്റ് ഔട്ടിലെ ചെറിയ കസേലിരുന്ന് കുഞ്ഞുങ്ങളുടെ പേപ്പറും മറ്റും നോക്കുകയായിരുന്നു ഹരി. കുഞ്ഞി പെണ്ണ് ആൽബിക്കൊപ്പം ഭയങ്കര കളി. അവനുള്ളത് കൊണ്ടാ തനിക്ക് ഈ പേപ്പർ നോക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവന്റെ അടുത്ത് താനായിരുന്നു പോയിരിക്കേണ്ടി വരിക. മോന്തയ്ക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാതെ കാര്യം പറയടാ. വീണ്ടും ആൽബിയുടെ തുള്ളൽ വന്നതും അവനൊന്ന് കണ്ണു ചിമ്മി. എന്ത്, ഇവക്ക് ഉറക്കമില്ലെന്നോ? ഉറക്കമുണ്ടടാ, പക്ഷെ അവളുടെ സ്ലീപ്പിംഗ് പില്ല് വന്നില്ല. അകത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞതും ആൽബിയുടെ കണ്ണ് ചുരുങ്ങി. ഇപ്പോ അവൾ ഉറക്കിയാലേ ഉറങ്ങുള്ളൂന്നായി പെണ്ണിന്. ഹരി ഒരു പുഞ്ചിരിയോടെ അത് കേട്ടുനിന്ന ആൽബിയുടെ കരച്ചിൽ ശബ്ദം പെട്ടെന്നാണ് അവിടെ ഉയർന്നത്. എന്താടാ, ഈ രാഷ്ട്രീയക്കാരൻ കൊല്ലില്ല ഹരി. അവന്റെ കരച്ചിൽ കേട്ട് പേപ്പറുമായി ചാടി എഴുന്നേറ്റ് ഹരി തിരക്കുന്ന നേരത്ത് കുഞ്ഞിപ്പെണ്ണ് അത്രയും പറഞ്ഞ് കയ്യിലിരുന്ന് ഈർക്കിൽ താഴെ ഇട്ടുകൊണ്ട് അകത്തേക്ക് ഒരൊറ്റ ഓട്ടായിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? അവളുടെ ഓട്ടം നോക്കിക്കൊണ്ട് തന്നെ ഹരി പേപ്പർ കസേരയിലേക്കിട്ട് അവന്റെ കൈ പിടിച്ചു നോക്കി. ഈർക്കിൽ കൊണ്ട് ഇടം ചുവന്നിട്ടുണ്ട്. ഈ പോക്കാ പോകുന്നെങ്കിൽ വല്ലതുമൊക്കെ പെട്ടെന്ന് പറ്റും. കുഞ്ഞിപ്പെണ്ണ് ഈർക്കിൽ കൊണ്ട് കുത്തിയിടം തടവിക്കൊണ്ട് ആൽബി പല്ലു കടിച്ചു. നീ കളിക്കാൻ കൂടാത്തതിന് ചെയ്തതാവും. ഹരി അവന്റെ കയ്യും തടവിക്കൊണ്ട് മെല്ലെ സോറി പറഞ്ഞു. സോറിയൊക്കെ ഓക്കെ, പക്ഷെ നാളെ ഒരു കുത്ത് ഞാൻ തിരിച്ചവക്ക് കൊടുക്കും, നീ നോക്കിക്കോ. 6 അടി പൊക്കത്തിൽ തണ്ടും തടിയൊക്കെ ആയിട്ട് മുന്നിൽ നിൽക്കുന്നെങ്കിലും ചില കാര്യത്തിൽ ഇവൻ തന്റെ മോളെക്കാളും ഇളയതാണെന്ന് അറിയുന്ന ഹരി എന്തോ അതിന് മറുപടി കൊടുക്കാൻ പോയില്ല. മുറിഞ്ഞോടാ? എന്തേ, മുറിയണമായിരുന്നോ? വേദനയെടുത്തവന്റെ അലർച്ച കേട്ടതും പിന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഹരി ഇത്തിരി മാറി ആ പടിക്കെട്ടിലേക്കിരുന്നു. കയ്യും തടവി ആൽബി ഹരിയെ ഒന്ന് നോക്കി, ഒപ്പം അകത്തേക്കും. നീ അവള് തിരിച്ചു വന്ന് പടി കൊടുക്കാനാണ് ഇരിക്കുന്നെങ്കിൽ ഇനിയിപ്പോ തൽക്കാലം അവൾ വരുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും കൺമണി അച്ഛന്റെ കയ്യിൽ തൈലം തൂത്ത് ചൂട് പിടിച്ച് കിടത്തി കാണും. അടുത്തത് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ച് ഉറക്കുന്നതാണ്. ആഹാ, അവളിപ്പോൾ കുളിക്കാൻ സമ്മതിക്കുമോ? സകല വേദനയും മറന്നപോലെ ആൽബി അത്ഭുതത്തിൽ ചോദിച്ചു. പണ്ടത്തെ അത്രയും പ്രശ്നമില്ല. അതെങ്ങനെ സാധിച്ചെടുത്തടാ? എനിക്കൊന്നും അറിയില്ല ആൽബി. അകത്തൊരു മായാജാലക്കാരിയുണ്ട്. അവളുടെ കയ്യിൽ എന്തോ ഒരു മാന്ത്രികക്കോലും. പേപ്പർ നോക്കുന്നതിന്റെ ഒപ്പം തന്നെ അവൻ ചിരിക്കുകയായിരുന്നു. ആൽബിയുടെ കണ്ണുകൾ അവന്റെ ചുണ്ടിലായി. എന്ത് മനോഹരമായാണ് ആ ചുണ്ടുകൾ പുഞ്ചിരി തൂകുന്നത്. ആൽബിയും മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അപ്പോ മോൾ എവിടെയാ ഉറങ്ങുന്നത്?
പെട്ടെന്നൊരു തോന്നൽ പോലെ ആൽബി ചോദിച്ചു. അവള് ഉറക്കിയിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തും. അപ്പൊ മണിക്കുട്ടിയോ? അവള് പഴയ പോലെ അച്ഛന്റെ മുറിയിൽ തന്നെ. വളരെ സാധാരണ പോലെ തന്നെയുള്ള ആ പറച്ചിലിൽ ആൽബിക്ക് അതുവരെ ഇല്ലാതിരുന്നൊരു കല്ലുകടി തോന്നി. കല്യാണം കഴിഞ്ഞ് ഇത്രയുമായിട്ടും ബാക്കി എല്ലായിടത്തും പ്രവേശനമുള്ള അവൾക്ക് അവന്റെ മുറിയിൽ ഇതുവരെ പ്രവേശനം കിട്ടിയില്ല എന്നുള്ളത് ആൽബിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതിന് മുകളിലായിരുന്നു. അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്ന് അവൻ മനസ്സിൽ ഉറച്ചു. ആ നേരത്താണ് മണിക്കുട്ടി മോളെയും തോളിലിട്ട് പുറത്തേക്ക് വന്നത്. പൊന്നിന്റെ അച്ഛന്റെ ജോലി കഴിയാറായോ? നോക്കിക്കൊണ്ടിരുന്ന പേപ്പറിൽ നിന്നും ഹരി മുഖമുയർത്തി. മോൾ ഉറങ്ങിയോ? മയക്കായി. ഞാൻ മുറിയിലേക്ക് കിടത്തട്ടെ? ഇപ്പൊ വരുവോ? ആകെ വാടിത്തളർന്ന് നേരെ നിൽക്കാൻ പോലും വയ്യാതെയുള്ള അവളുടെ ആ ചോദ്യത്തിൽ നിന്നും ഹരിക്ക് മനസ്സിലായി അവൾക്ക് എത്രത്തോളം വയ്യാഴികയുണ്ടെന്ന്. അല്ലെങ്കിൽ താൻ എത്ര ജോലി തീർത്തു വരുന്നവരെയും പെണ്ണിന്റെ ഒപ്പം ആ കട്ടിലിൽ അവളും ഉണ്ടാകും. തന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടേ അവൾ തിരികെ മുറിയിൽ പോകാറുള്ളൂ. ഇല്ലടാ, കഴിഞ്ഞു. നീ കൊണ്ടുപോയി കിടത്തിക്കോ, ഞാൻ വരുന്നു. നോക്കാൻ പിന്നെയും 10-15 പേപ്പർ ബാക്കിയുണ്ടായിരുന്നെങ്കിലും ഹരി എഴുന്നേറ്റു. ആൽബിച്ചിനിരിക്കെ ഞാൻ ഇപ്പോ കടുങ്കാപ്പി കൊണ്ടുവരാം. ഹരിയുടെ തൊട്ടപ്പുറത്തിരുന്ന ആൽബിയെ നോക്കി അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും പെണ്ണിന്റെ മുഖത്തെ ക്ഷീണം അവനും കാണുന്നുണ്ടായിരുന്നു. വേണ്ടടി കൊച്ചെ, ഞാൻ ഇറങ്ങാൻ പോവുകയായിരുന്നു. പറഞ്ഞുകൊണ്ട് അവനും എഴുന്നേറ്റതും അവൾ ഒരു പുഞ്ചിരി നൽകി കുഞ്ഞുമായി തിരിഞ്ഞു നടന്നു. പെണ്ണിന് എന്താടാ, വയ്യേ? പിന്നാലെ പോകാൻ തുടങ്ങിയവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആൽബി ചോദിച്ചു. അവനൊന്ന് മൂളി. പനിയാണോടാ? ആ. എല്ലാ കാര്യവും ആൽബിയോട് ഷെയർ ചെയ്യുന്നവന് അപ്പോഴെന്തോ അവളുടെ വയ്യാഴികയുടെ ശരിക്കുള്ള കാരണം അവനോട് പറയാൻ താല്പര്യമുണ്ടായില്ല. ശ്രദ്ധിക്ക്, ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോട്ടോ. അതിനും ഒന്ന് മൂളി ഹരി മറുപടി പറഞ്ഞുള്ളൂ. പിന്നെ അധിക നേരം നിൽക്കാതെ ആൽബി ഇറങ്ങിയതും ഹരി അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കുഞ്ഞിനെ 3-4 തലയണ ചരിച്ചും പിടിച്ചും വെച്ച് സേഫ് ആക്കി കിടത്തുന്നവളെയാണ്. പൊന്നിന്റെ അച്ഛൻ വന്നോ? പിന്നിലെ നെല്ലടക്കം കണ്ട് എഴുന്നേറ്റവൾ ചോദിച്ചതും ഹരി ഒന്ന് തലയാട്ടി. അത് കണ്ടതും അവൾ മുറിയിൽ നിന്നും മെല്ലെ നടന്നു പോകാൻ തുടങ്ങി. പക്ഷെ അവനെ മറികടന്ന് ഒരു ചുവട് വെച്ചതും ഹരി അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. എന്തു പറ്റി പൊന്നിന്റെ അച്ഛ? അവന്റെ പിടുത്തത്തിൽ ഞെട്ടിയവൾ കണ്ണൊന്ന് മിഴിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നെന്തേ, എനിക്ക് ഗുഡ് നൈറ്റ് ഇല്ലേ? അപ്പോ എന്റെ കൂട്ടുകാരെല്ലാം എന്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണേ കൂട്ടുകാരെ പോകാൻ. അപ്പം എല്ലാവരോടും നന്ദി.